കൊച്ചിയിൽ പാർക്കിംഗ് തർക്കത്തെ തുടർന്ന് IT ജീവനക്കാരെ വീട് കയറി ആക്രമിച്ചു. 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പിന്നീട് പ്രശ്നം ഒത്തുതീർപ്പാക്കണം എന്നാവശ്യപ്പെട്ട് വീണ്ടും വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. വിപിൻ സി വിജയനുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിപിൻ, ഇതെന്താണ് സംഭവം? IT ജീവനക്കാരുടെ വീട്ടിൽ വലിയ അതിക്രമം നടന്നു എന്നുള്ളതാണ് FIR വായിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടുന്നത്. ഇത് മിനിഞ്ഞാന്ന്, അതായത് ഫെബ്രുവരി 11-ാം തീയതി രാത്രി ഒരു 11 മണിയോടുകൂടി അജയൻ, വിജയകുമാർ എന്നീ 2 IT ജീവനക്കാർ താമസിക്കുന്ന വീടിൻ്റെ അവർ പുറത്തു നിൽക്കുകയായിരുന്നു. വീടിൻ്റെ അപ്പോൾ തൊട്ട അയൽവാസികളായിട്ടുള്ള നിഷാദും അവരുടെ കുടുംബവും ബന്ധുക്കളും അവർ വന്ന് വീട്ടിലേക്ക് വരികയും മറ്റ് പ്രകോപനങ്ങളൊന്നും തന്നെ ഇല്ലാതെ ചെടിച്ചട്ടി ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നുള്ളതുമാണ്. ഒപ്പം തന്നെ മണ്ണും കല്ലൊക്കെ ഉപയോഗിച്ച് ഇവരെ തല്ലി എന്നുള്ളതും ഈ FIR-ൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ നിഷാദ്, അവരുടെ ഭാര്യ, അവരുടെ സഹോദരൻ, ഒപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന മറ്റേഴ് പേർ, ഇങ്ങനെ 10 പേർക്കെതിരെയാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവർ അയൽവാസികളാണ്. ഇവരുടെ കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇങ്ങനെയൊരു അതിക്രമത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അങ്ങനെ ചെടിച്ചട്ടി ഉപയോഗിച്ച് മർദ്ദിക്കുകയും ഇവർക്ക് 2 പേർക്കും പരിക്കേൽക്കുകയും ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം പുലർച്ചെ 4 മണിക്ക് തമ്മനം വിനു എന്ന് പറയപ്പെടുന്ന ഒരാൾ വീട്ടിലേക്ക് വരികയും തുടർന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണിച്ചത്. ആ ഒരു സംഘം വീട്ടിലേക്ക് വരികയും, അത് എന്തിൻ്റെ പുറത്താണെന്ന് അറിയില്ല, പക്ഷേ ആ ഒരു സംഘം വരികയും പിന്നീട് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. ഒരു ട്രാവൽസ് ഉടമ കൂടിയാണ് ഈ അയൽവാസിയായിട്ടുള്ള നിഷാദ്. ശരി വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.